നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 2026 ജൂൺ 2 തീയതി വെളുപ്പിന് 1:48 ചന്ദ്രൻ മൂലം നക്ഷത്രത്തിൽ നിൽക്കുന്ന ഈ സമയത്ത്, അതായത് 1201 ഇടവം 19 തീയതി ചൊവ്വാഴ്ച വെളുപ്പിന് 1:48 ചന്ദ്രൻ മൂലം നക്ഷത്രത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വ്യാഴം മാറുകയാണ്. സർവേശ്വരകാരകനായ വ്യാഴം മിഥുന രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് മാറുകയാണ്. മേടം, ഇടവം, മിഥുനം തുടങ്ങിയ രാശികളുടെ ഫലം, വ്യാഴമാറ്റ ഫലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് കർക്കിടക രാശിക്കാരുടെ വ്യാഴമാറ്റ ഫലത്തെയാണ്. പുണർദത്തിൻ്റെ കാൽ, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടക രാശിയിൽ വരുന്നത്. 6-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായ വ്യാഴം ജന്മത്തിൽ വരികയാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ജന്മത്തിലെ വ്യാഴം സാധാരണഗതിയിൽ അത്ര നന്നല്ല എന്ന് പരക്കെ പറയുമെങ്കിലും ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കാരണം കർക്കിടക രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത്, മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കാണ്. കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥാനമാണ്. അങ്ങനെ ഉച്ചത്തിലേക്ക് വ്യാഴം വരുമ്പോൾ വലിയ ദോഷങ്ങളൊന്നും വരില്ല. പകരം നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ തന്നെ വരും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇപ്പോഴത്തെ വ്യാഴമാറ്റത്തിനുള്ള പ്രത്യേകതയും അതുതന്നെയാണ്. ഒട്ടുമിക്ക നക്ഷത്രക്കാർക്കും നല്ല ഗുണങ്ങൾ ലഭിക്കും. നമ്മൾ ഭക്തിയോടെ സൽപ്രവർത്തിയോടുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നന്മകൾ ലഭിക്കും. നമ്മുടെ നല്ല പ്രവർത്തികളിൽ നിന്നും നല്ല പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള ഒരു വലിയ പ്രത്യേകതയുള്ള വ്യാഴമാറ്റമാണ് ഈ ജൂൺ 2 സംഭവിക്കുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് വ്യാഴം പിന്നിട്ട ഒരു രാശിയിൽ വരുന്നത്. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അതുമാത്രമല്ല, വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർദം കാൽ, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് വരുന്നത്, എന്തൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ശ്രദ്ധിച്ചു പോകേണ്ടതെന്ന്, എന്തൊക്കെയാണ് പരിഹാരങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ സംസാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ നക്ഷത്രം ഏത് തന്നെ ആയാലും അത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഈ ലോകത്തിന് നന്മ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. കർക്കിടകൻ രാശിക്കാർക്ക് കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് തൊഴിൽ രംഗത്ത്, ഔദ്യോഗിക രംഗത്ത് ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കുന്നത്. സ്ഥാനക്കയറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്നും മുകളിലേക്ക് പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശമ്പള വർധനവും ലഭിക്കും. അത് ഔദ്യോഗിക രംഗമായാലും ശരി തന്നെ, സ്വയം സംരംഭങ്ങളോ അല്ലെങ്കിൽ ചെറുകിട തൊഴിൽ സംരംഭങ്ങളോ കൂലിപ്പണിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്ന ആ പൊസിഷനിൽ നിന്നും കുറച്ചുകൂടി ഉന്നതി ലഭിക്കുകയും കർമ്മരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ, അതായത് വരുമാന വർധനവ് സംഭവിക്കുകയും ഒക്കെ ചെയ്യും. സാമ്പത്തികപരമായി കർമ്മരംഗം പുരോഗതിയുടെ പാതയിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അത് ഭംഗിയായി ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ഉൾപ്പെടുവാനുള്ള അവസരങ്ങൾ ലഭിക്കും. ലാഭമുണ്ടാകും. അവരുടെ പ്രോജക്റ്റുകളിൽ നിന്ന് ലാഭം ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കർക്കിടക രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ്. ഈ ജൂൺ 2 ശേഷം നിങ്ങളിത് ആരംഭിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും വിജയവും സാമ്പത്തിക നേട്ടവുമൊക്കെ ഉണ്ടാകും. ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ്, ഒരു മാറ്റത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്ന സമയമാണ്. തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാനുള്ള കഴിവ് വർദ്ധിക്കും. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. ആത്മവിശ്വാസം കൈമുതലാക്കിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കുറേ നാളായി നിങ്ങളെ അനുഭവിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കുറേയെങ്കിലും നിങ്ങൾക്ക് മോചനം ലഭിക്കും.
ശരീരം കുറച്ചുകൂടി ഊർജ്ജസ്വലമാകും. ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ നിലയും മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകണം, കൂടുതൽ പ്രവർത്തികൾ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങുകളിലൂടെ നിങ്ങൾക്ക് ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള സാധ്യതകൾ തെളിയുന്ന സമയമാണ്. മറ്റുള്ളവർക്ക് നിങ്ങളോട് കുറച്ച് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നും. നിങ്ങളുടെ നിലയും വിലയുമൊക്കെ സമൂഹത്തിൽ വർദ്ധിക്കും. നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നവർ, നിങ്ങളുടെ ഉന്നത അധികാരികൾ തുടങ്ങിയവർക്കെല്ലാം നിങ്ങളോടൊരു പ്രത്യേക മമത അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കുന്ന സമയമാണ്. കുടുംബ ബന്ധങ്ങൾ ഒന്ന് ദൃഢമാകുന്ന സമയമാണ്. കാര്യം വ്യാഴം 1-ാം ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ 5, 7, 9 ഭാവങ്ങളെ ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. ഇത് വളരെ ശുഭകരമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കുറച്ച് ഇഴയെടുപ്പം കൂടുതലുണ്ടാകും, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും, സന്തോഷം വരും, സമാധാനം, ഐശ്വര്യമൊക്കെ വരും. സന്താന ഭാഗ്യം, വ്യാഴത്തിൻ്റെ 1-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി സന്താന ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ടുവരും. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുവാൻ ഉത്തമമായ ഒരു സമയമാണ്. മക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവരുടെ ഭാവിയെ സംബന്ധിച്ചുണ്ടായിരുന്ന ഉത്കണ്ഠകൾ മാറും. അത് വിവാഹമാകാം, പഠനമാകാം, തൊഴിലാകാം. എന്ത് കാര്യത്തിലും മക്കളെ പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാവും. നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അവരുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അത് നിങ്ങൾക്കുണ്ടാകും. വഴക്കാളികളായ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത, കുറച്ച് കുസൃതിയും അനുസരണക്കേടും ഒക്കെ കാണിക്കുന്ന മക്കളൊക്കെ നിങ്ങളെ അനുസരിക്കുവാനും അവരുടെ സന്തോഷവും സമാധാനവുമൊക്കെ കണ്ട് നിങ്ങൾക്കും അത്തരത്തിൽ സമാധാനമായി മുന്നോട്ട് പോകുവാനൊക്കെ കഴിയും. അതുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുമെന്നും കുടുംബത്തിൽ സന്തോഷമുണ്ടാകുമെന്നും പറഞ്ഞത്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്തുവാൻ സാധ്യതയുണ്ട്. കാരണം 1-ാം ഭാവത്തിൽ നിന്ന് 7-ാം ഭാവത്തിലേക്കാണ് വ്യാഴം ദൃഷ്ടി ഊന്നുന്നത്. അത് നിങ്ങളുടെ പ്രണയബന്ധങ്ങൾക്ക് ഒരു പര്യവസാനം, വിവാഹം ആഗ്രഹിച്ച് പ്രണയിച്ചവർക്ക് അതിലേക്ക് എത്തുവാൻ സാധിക്കും. കൃത്യമായി നിങ്ങളുടെ കാര്യങ്ങൾ കുടുംബങ്ങളിൽ അവതരിപ്പിക്കുക. അവരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ അത് നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വിവാഹബന്ധം വേർപിരിഞ്ഞ് കഴിയുന്നവർക്ക് വീണ്ടും ഒന്നിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഇടപെട്ട് സംസാരിച്ചാൽ, മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ വീണ്ടും ഒന്നിച്ചു പോകുവാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ്. വിവാഹ തടസ്സം നേരിട്ടിരുന്നവർക്ക് അത് മാറിക്കിട്ടും. നിങ്ങൾ ഈ സമയത്തൊന്ന് ശ്രമിച്ചാൽ വിവാഹം അനുയോജ്യരായ പങ്കാളികളെ നിങ്ങൾക്ക് ലഭിക്കും. പങ്കാളികളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്ന ഒരു സമയം കൂടിയാണ്. വ്യാഴത്തിൻ്റെ 9-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും വിജയവും നിങ്ങൾക്കൊരു ഭാഗ്യവുമൊക്കെ ലഭിക്കും. അത് കൂടാതെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും ഒരു ഈശ്വര ചൈതന്യം, ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ലക്ഷ്യങ്ങൾ, നന്മകൾ ലക്ഷ്യമാക്കിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒട്ടുമിക്കതും സക്സസ് ആകും. അതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും, വിജയമുണ്ടാകും, നിങ്ങളെ അംഗീകരിക്കും, നിങ്ങൾക്ക് യശസ് വർദ്ധിക്കും. അങ്ങനെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ കൂടി വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പിതാവിൽ നിന്നോ പിതൃതുല്യരായവരിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തീർത്ഥാടനങ്ങൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ സമയത്ത് സാധ്യമാകും. പല വഴികളിലൂടെയും പണം വന്നു ചേരാം. കാര്യം ഭാഗ്യപുഷ്ടിയുള്ള ഒരു സമയമാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. പല വഴികളിലൂടെയും നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. മുൻകാലങ്ങളിൽ നിങ്ങൾ നിക്ഷേപിച്ചിരുന്ന സ്ഥലത്ത് നിന്നൊക്കെ ലാഭം ലഭിക്കും. അത് ഇൻവെസ്റ്റ്മെൻറ്റുകളാകാം, അത് ഭൂമിയിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, കൃഷിയിൽ നിന്നാകാം, അല്ലെങ്കിൽ ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റുകളാകാം. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന ഒരു സമയമാണ്. അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുവാനായിട്ട് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പുതിയ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും അനുകൂലമായ ഒരു സമയമാണ്. സാമ്പത്തിക ഭദ്രത തീർച്ചയായും ഈ വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങൾക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
മുതിർന്നവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. നമ്മുടെ ഗുരുക്കന്മാർക്ക് തുല്യരായവരുടെ കാര്യം. മഹാഗുരുവാണ് വ്യാഴം. വ്യാഴം ഇങ്ങനെ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ, അതായത് ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വ്യാഴത്തിൻ്റെ പക്കൽ നിന്നും ലഭിക്കും. അത് നമ്മുടെ ഗുരു കാരണവന്മാരെ, നമ്മളെക്കാൾ മുതിർന്നവരെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക, അവർക്ക് എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്യുക, അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുക തുടങ്ങിയതൊക്കെ വ്യാഴത്തിൻ്റെ പ്രീതി നേടുവാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ സത്യസന്ധരായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. ധർമ്മത്തെ, നീതിയെ, സത്യത്തെ കൈവിടരുത്. ധർമ്മത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നീതിയും സത്യസന്ധതയും പുലർത്തണം. അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പോകണം. അനാവശ്യമായി മറ്റുള്ളവരുടെ ആരുടെയും ഒന്നും ആഗ്രഹിക്കുകയോ അത് കൈവശപ്പെടുത്തുവാനോ ശ്രമിക്കരുത്. നമുക്ക് അർഹതയില്ലാത്തത് ഒന്നിൻ്റെയും പിറകെ പോയി ജീവിതം പാഴിക്കളയരുത്. അങ്ങനെ എന്തെങ്കിലും നേട്ടം നിങ്ങൾ ഒരാളിൽ നിന്നും സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് ക്ഷണികമാണ്. അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് നേടിയതിനേക്കാൾ കൂടുതൽ വലിയ നഷ്ടങ്ങൾ വരും. അത് സാമ്പത്തികം മാത്രമല്ല, നിങ്ങളുടെ അഭിമാനവും കൂടി അതിനൊപ്പം പോകും. നിങ്ങൾക്ക് പേരുദോഷം സംഭവിക്കും. അത് ഒരു കാരണവശാലും നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വ്യാഴത്തിന് പിണക്കരുത്. വ്യാഴം മഹാഗുരുവാണ്, സർവേശ്വര കാരകനാണ്, ഭാഗ്യത്തിൻ്റെ അധിപനാണ്, സമ്പത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന് അപ്രീതികരമായ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. 1-ാം ഭാവത്തിലെ വ്യാഴം കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. പക്ഷെ അതിനിപ്പോൾ ഊന്നൽ കൊടുക്കാത്തത് വ്യാഴം തൻ്റെ ഉച്ചസ്ഥാനത്തേക്ക് നീങ്ങുന്നത് കൊണ്ടാണ്, കർക്കിടകം രാശിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത്. എങ്കിലും ചെറിയ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ വ്യാഴപ്രീതി നിങ്ങൾ വരുത്തണം. ആഴ്ചയിൽ വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുന്നത് വ്യാഴപ്രീതിക്ക്, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വ്യാഴപ്രീതിക്ക് ഉത്തമമാണ്. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് ദോഷകാഠിന്യം കുറയ്ക്കുവാനായി നിങ്ങളെ സഹായിക്കും. ഭാഗ്യവർദ്ധനവിനും അത് നിങ്ങളെ സഹായിക്കും. ഗുരുവായൂരപ്പനെ ദർശിക്കുവാൻ കഴിയുമെങ്കിൽ അതിൽ പരം ഒരു ഭാഗ്യം വേറെയില്ല. കഴിയുമെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതാലും മതിയാവും. ദക്ഷിണാമൂർത്തിക്ക് പൂജ ചെയ്യുക, അതും നിങ്ങൾക്ക് ഗുണം വരുത്തും. ശിവക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച തോറും ദക്ഷിണാമൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രത്യേക പൂജകൾ നടത്തുകയോ ദക്ഷിണാമൂർത്തി സ്തോത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് നല്ലത് വരുത്തും. കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ മടിക്കരുത്. മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ, മഞ്ഞ വസ്ത്രം, കടലപ്പരിപ്പ്, മഞ്ഞൾ, പഴങ്ങൾ എന്നിവ വ്യാഴാഴ്ചകളിൽ അർഹരായവർക്ക് ദാനം ചെയ്യുക. അതുകൂടാതെ തന്നെ പൊതുവായൊരു ദാനം നമ്മൾ ചെയ്യണം. അത് ആഹാരം, വസ്ത്രം, മരുന്ന്. പാവപ്പെട്ടവർക്ക്, അശരണരായവർക്ക് നിങ്ങൾ ദാനം ചെയ്യണം. അത് നിങ്ങൾക്ക് പുണ്യം വർദ്ധിക്കുവാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടാക്കും. കൂടാതെ മനുഷ്യന് മാത്രമല്ല, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നിങ്ങളാൽ കഴിയുന്നത് കൊടുക്കണം. വെള്ളമോ ആഹാരമോ കൊടുക്കുന്നത് നല്ലതാണ്. നായകളെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാതിരിക്കുക, ദൈവദോഷം വരുത്താതിരിക്കുക. അവയ്ക്ക് ആഹാരമോ വെള്ളമോ കൊടുക്കുക. പക്ഷികൾക്ക് ധാന്യങ്ങളും വെള്ളവും കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റ കാലഘട്ടത്തിൽ പുണ്യം വർദ്ധിക്കുവാൻ, ഭാഗ്യം വർദ്ധിക്കുവാൻ സഹായിക്കും. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളോ പഠനോപകരണങ്ങളോ വാങ്ങി നൽകുന്നതും വ്യാഴത്തിൻ്റെ പ്രീതിക്ക് കാരണമാകും. ഇവിടെ പറഞ്ഞത് പൊതുവായ ഒരു ഫലമാണ്. നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. അതിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ അനിഷ്ട സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിന് ചില തടസ്സങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട്. അത് നല്ലൊരു ജ്യോതിഷിയെ കണ്ട് പരിശോധിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എല്ലാത്തിനേക്കാൾ കൂടുതലായി വേണ്ടത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നിങ്ങൾ വീണു പോകില്ല, നിങ്ങൾ വിജയിക്കും, നിങ്ങൾക്ക് കയറി വരാൻ കഴിയും. ഏതൊരു പ്രതികൂല കാലാവസ്ഥയും കാലഘട്ടത്തെയും താണ്ടുവാനുള്ള ആർജവം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത മാത്രം കൈമുതലാക്കിക്കൊണ്ട് ഈശ്വരവിശ്വാസത്തോടുകൂടി സത്യസന്ധമായ പ്രവർത്തികളോടുകൂടി ലോക നന്മയ്ക്കായി നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അതായത് നന്മ കാംക്ഷിച്ചുകൊണ്ട് നല്ലത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നേട്ടമേ ഉണ്ടാകൂ. ദോഷങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, വിഘ്നങ്ങളൊക്കെ ക്ഷണികമാണ്. അതൊരു നിമിഷം കൊണ്ട് മാറിപ്പോകും. നിങ്ങൾ ഊർജ്ജസ്വലനായി ആത്മവിശ്വാസത്തോടു കൂടി
മുന്നോട്ട് പോകുക. നിങ്ങൾ ഏറ്റെടുക്കുന്ന കർമ്മം കൃത്യമായി ചെയ്യുക. മനസ്സിൽ മടി തോന്നിക്കഴിഞ്ഞാൽ ഇന്നത്തേത് നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാമെന്ന് മാറ്റിവെക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് തീർച്ചയായും മാറ്റിവെക്കണം. ആ ശീലത്തെയും നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങളുടെ കർമ്മം കൃത്യസമയത്ത് കൃത്യമായി തന്നെ ചെയ്യുക. അതിൽ നിന്നുള്ള പ്രതിഫലമാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന പുണ്യം, നേട്ടം, ഭാഗ്യം എന്ന് പറയുന്നത്. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സദാ സന്നദ്ധനായി തന്നെയാണ് നിൽക്കുന്നത്. ഈ വ്യാഴമാറ്റത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതപാതയിലെ പ്രതിസന്ധികളൊക്കെ മാറിപ്പോകും. കാര്യം സർവേശ്വരകാരകനായ വ്യാഴം ഉച്ചസ്ഥനായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുവാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരന് എതിരായിട്ടുള്ള, ഈശ്വരന് അഹിതമായിട്ടുള്ള ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. നല്ല പ്രവൃത്തികളും നല്ല ചിന്തകളുമൊക്കെ ആയി കൃത്യമായി നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല ഫലങ്ങൾ ലഭിക്കും, സൗഭാഗ്യങ്ങൾ വരും. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് മുന്നേറാൻ കഴിയും, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുന്നേറാൻ കഴിയും. യോഗ്യമായ നിങ്ങളുടെ സ്ഥാനങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ ലഭിക്കും. സാമ്പത്തിക ഉന്നതി ഉണ്ടാകും, സ്ഥാനക്കയറ്റമുണ്ടാകും, വിവാഹം സാധ്യമാകും, ഉത്തമരായ ജീവിത പങ്കാളികളെ ലഭിക്കും. നിങ്ങൾക്കൊരു ഭവനം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഭവനമൊക്കെ നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്നും നിങ്ങളുടെ തൊഴിലിലെ പ്രതിസന്ധികളിൽ നിന്നും മോചനം നേടുവാൻ തീർച്ചയായും സർവേശ്വരകാരകനായ വ്യാഴം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല സമയം വന്നിരിക്കുകയാണ്. ഈശ്വര ചിന്തയോടുകൂടി തന്നെ നിങ്ങൾ സൽപ്രവർത്തികളോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാ കർക്കിടക രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.